അള്ളാഹു നമ്മളെ മറന്നതാണോ, നമ്മൾ അള്ളാഹുവിനെ മറന്നതാണോ? മനസ്സിരുത്തി ചിന്തിക്കു പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആരാണ് മറന്നത്? അള്ളാഹുവിനെ നമ്മളെ മറക്കാൻ സാധിക്കോ? അള്ളാഹു നമ്മളെ ഓർക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ നോട്ടം നമ്മളിലേക്ക് എത്തപ്പെടണമെങ്കിൽ ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഈ മനുഷ്യ സമൂഹത്തിനോട് പറയുകയാണ്, അള്ളാഹു നമ്മളിലേക്ക് നോക്കണമെങ്കിൽ ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ എന്നെ ഓർത്താൽ, നിങ്ങൾ ഓരോ സമയങ്ങളിലും നിങ്ങളുടെ പ്രയാസങ്ങളിലും നിങ്ങളുടെ സന്തോഷങ്ങളിലും നിങ്ങൾ എന്നെ ഓർത്താൽ അത് കുറുക്കും, നിങ്ങളെ ഞാൻ ഓർക്കുന്നതാ. മനുഷ്യ, നിന്നെ ഞാൻ കൈവിടില്ല, എന്റെ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് തരാമെന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പ്രാവശ്യമാണ് അള്ളാഹുവിനെ ഓർക്കുന്നത്? എത്ര അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞവരാ, എത്ര ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ആത്മാർത്ഥമായി പറഞ്ഞവരാ. സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ നമ്മുടെ നാവുകൾക്ക് സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? സുബ്ഹാനല്ലാഹ് എന്ന് ആത്മാർത്ഥമായി പറയാൻ നമ്മുടെ നാവുകൾക്ക് സാധിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനെ നമ്മൾ ഓർത്താൽ എന്താ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത്? അതും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ ധാരാളം അള്ളാഹുവിനെ ഓർത്താൽ, എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങളോട് പറയാ, നമ്മൾ അള്ളാഹുവിനെ വല്ലാതെ സ്നേഹിച്ചാൽ, നമ്മുടെ പ്രയാസങ്ങളിൽ അള്ളാഹുവിനെ ചേർത്ത് പിടിച്ചാൽ, ഒരു രോഗം വരുമ്പോൾ അല്ലാഹു മതി എന്ന് പറഞ്ഞാൽ, കച്ചവടത്തിൽ പരാജയം സംഭവിക്കുമ്പോ അല്ല മതി എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുകയാ, വദ്കുറുല്ലാഹ കസീറാ, അല്ലാഹുവിനെ ധാരാളം ഓർത്താൽ ലഅല്ലകും തുഫ്ലിഹൂൻ, അല്ലാഹു വിജയം തരുകയാ. ദുനിയാവിൽ കടന്ന് വിഷമിക്കേണ്ട അവസ്ഥ വരില്ല, നാളെ അല്ലാഹുവിന്റെ ആഖിറത്തിലും വിഷമിക്കേണ്ട അവസ്ഥ വരില്ലെന്ന് പറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ഉമ്മമാരെ, ആത്മാർത്ഥമായൊരു അൽഹംദുലില്ലാ പറയണേ, ആത്മാർത്ഥമായി തസ്ബീഹുകൾ ചൊല്ലണേ. അല്ലാഹുവിനെ മറന്ന് ജീവിച്ചാലോ, ഞാനോ നിങ്ങളോ അല്ലാഹുവിനെ മറന്ന് ജീവിച്ചാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ല ഇല്ലാത്ത രീതിയിൽ നമ്മൾ ജീവിച്ചാൽ നിസ്കാരമില്ല, ഒരു സുബ്ഹാനല്ലാഹ് പോലും പറയാ നമ്മുടെ ഈമാൻ അനുവദിക്കുന്നില്ല. ആ നിലയിൽ നമ്മൾ ജീവിച്ചാൽ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുകയാ, വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാൻ. അല്ലാഹ് പറഞ്ഞതെന്താ? കാരുണ്യവാനായ റബ്ബെന്നാ പറഞ്ഞത്. എത്ര പാപങ്ങൾ ചെയ്താലും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ അല്ലാഹു തടഞ്ഞു വെക്കുന്നില്ലല്ലോ. അങ്ങനെയുള്ള റഹ്മാനായ റബ്ബിനെ നമ്മൾ മറന്ന് ജീവിച്ചാൽ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാൻ, റഹ്മാനായ റബ്ബിനെ മറന്ന് ജീവിച്ചാൽ, അല്ലാഹുവേ നമ്മുടെ കൂട്ടുകാരൻ ആരാ? നമ്മുടെ കൂട്ടുകാരനായി മാറുന്നതാരാ? നുകയ്യിദു ലഹു ശൈത്താൻ. അല്ലാഹ് പറയാ, നിന്റെ കൂട്ടുകാരൻ ശൈത്താനാ. നീ എന്നെ മറന്ന് ജീവിച്ചാൽ, ഒരു തസ്ബീഹ് പോലും ചൊല്ലാതിരുന്നാൽ നിന്റെ കൂട്ടുകാരനാക്കി തരുന്നത് ശൈത്താനെയാ. ഫഹുവ ലഹു ഖരീൻ. നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ ശൈത്താൻ പങ്കാളിത്തം വഹിക്കുകയാ, എന്നിട്ട് നമ്മളെ അവന് പരാജയപ്പെടുത്തുകയാ.
ശൈത്താൻ നമ്മുടെ കൂട്ടുകാരനായി നമ്മളെ പരാജയപ്പെടുത്തുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് ആത്മാർത്ഥമായി ഒരു അൽഹംദുലില്ലാഹ് എങ്കിലും പറയാൻ നമ്മുടെ ഈമാൻ അനുവദിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇന്ന് നിസ്കാരം കഴിഞ്ഞാൽ ഒന്നിരുന്ന് തസ്ബീഹ് ചൊല്ലാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ. എത്രയോ നിസ്കാരങ്ങൾ നമ്മൾ നിസ്കരിച്ചു, അതിനുശേഷം നമ്മൾ എത്ര തസ്ബീഹുകൾ ചൊല്ലിയവരാ. ആത്മാർത്ഥമായ ഒരു 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമ്മുടെ ഈമാൻ അനുവദിക്കുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, അല്ലാഹുവിനെ നിങ്ങൾ മറന്നു പോയാൽ അല്ലാഹു ശൈത്താനിനെ നിങ്ങൾക്ക് കൂട്ടുകാരനാക്കി തരികയാ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ശൈത്താൻ നമ്മുടെ കൂടെ കൂടും, എന്നിട്ട് നമ്മളെ കൊണ്ട് വേണ്ടാത്തതെല്ലാം പറയിപ്പിക്കും. നാവാകുന്ന നമ്മളെ പരാജയപ്പെടുത്തുന്ന ഒരു അവയവമാണല്ലോ. അതിന് വേണ്ട സൂക്ഷ്മത നമ്മൾ കൊടുത്തില്ലെങ്കിൽ തീർച്ചയായും നാവ് നമ്മളെ പരാജയപ്പെടുത്തും. അനാവശ്യമായ സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ സഹോദരനെ കുറിച്ച് മോശമായ വർത്തമാനങ്ങൾ നമ്മുടെ നാവിലൂടെ സംസാരിച്ചാൽ, ഒരു പ്രയോജനവുമില്ലാത്ത സംസാരങ്ങൾ നമ്മുടെ നാവിലൂടെ വന്നാൽ, അല്ലാഹുവേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആവശ്യമില്ലാതെ ഒരു മനുഷ്യന് സംസാരിച്ചാൽ, ഒരു കാരണവുമില്ലാതെ ഒരു പ്രയോജനവുമില്ലാതെ അനാവശ്യമായ സംസാരങ്ങൾ സംസാരിച്ചാൽ, ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ അവന് സംസാരിക്കുകയാ. എന്നാലോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ, ഫഇന്ന കസറത്തൽ കലാമി ബിഗൈരി ദിക്രില്ലാഹ്, അല്ലാഹുവിനെ കൂടാത്ത ധാരാളം സംസാരങ്ങളുണ്ടല്ലോ, തൂരിസു ഖസ്വത്തൽ ഖൽബ്, അത് ഹൃദയത്തിൽ കാഠിന്യതയുണ്ടാക്കുകയാ. അല്ലാഹുവേ, ആ മനുഷ്യന്റെ ഹൃദയം കറുത്തു പോവുകയാ, ഈമാനിക പ്രകാശം നഷ്ടമാവുകയാ. പിന്നീട് അവന്റെ ഹൃദയത്തിലേക്ക് അല്ല എന്ന ചിന്ത വരില്ല, അവന്റെ ഹൃദയം കറുത്തു പോകുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നമ്മുടെ ഹൃദയം കറുത്തുപോകും. നമ്മൾ വെറുതെ സംസാരിച്ചാൽ, ഒരു പ്രയോജനവുമില്ലാത്ത സംസാരം നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടിയാൽ നമ്മുടെ ഹൃദയം കറുത്തുപോകുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അങ്ങനെ നമ്മുടെ ഹൃദയം കറുത്തുപോയാലോ, അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറയാ, അങ്ങനെ അനാവശ്യമായ സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടിയാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫവൈലുൻ, ഒരു വിഭാഗം ആളുകൾക്ക് നാശമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വെക്കുകയാ, ഫവൈലുൽ ലിൽ ഖാസിയാ, ഹൃദയം കറുത്തുപോയവർക്ക് നാശമാണ്. അല്ലാഹുവിന്റെ ചിന്തകൾ വരാതെ മരവിച്ചു പോയ ഹൃദയങ്ങളുണ്ടല്ലോ, ജീവനില്ലാത്ത ഹൃദയങ്ങളാണ്, അല്ലാഹുവിനെ ഓർക്കാത്ത ഹൃദയങ്ങളാണ്. അങ്ങനെയുള്ള ഹൃദയങ്ങളിലായി ഒരു മനുഷ്യന് ജീവിച്ചാൽ ഫവൈലുന്നവന് നാശമാണെന്ന് പറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ ഈമാനിക പ്രകാശം നൽകണേ അല്ലാ. പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവേ നിന്നെ ഓർക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ആത്മാർത്ഥമായി അൽഹംദുലില്ലാഹ് പറയാൻ തൗഫീഖ് നൽകണേ അല്ലാ. ആത്മാർത്ഥമായി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും അല്ലാഹു എന്നൊരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ, ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കൂ. അല്ലാഹു ബഹുമാനിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹു മാത്രമല്ല, അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളെ ബഹുമാനിക്കും, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ നമ്മളെ ബഹുമാനിക്കും. അങ്ങനെയുള്ള 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, ജീവിതത്തിൽ ചേർത്ത് വെച്ചോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. അനാവശ്യമായ വർത്തമാനങ്ങൾ പറയാൻ നമ്മൾ സമയം കണ്ടെത്തും. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഈ 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് പിടിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയം തരും. അല്ലാഹു നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹു നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ സഹാബത്തിനോട് പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സഹാബത്തിനെ പഠിപ്പിക്കുന്നത്. സഹാബാ, ഞാനൊരു 7 കാര്യം പറഞ്ഞു തരാം സഹാബാ. നിങ്ങളത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് വിജയമാണെന്ന് പ്രവാചകന് പറയുമ്പോൾ ഒന്നാമത് പ്രവാചകന് പറഞ്ഞതെന്താ? പഠിച്ചു വെക്കണേ ഉമ്മ, പഠിച്ചു വെക്കണേ സഹോദരിമാരെ. സീരിയൽ ലോകത്തിലേക്ക് കടന്നു പോകാതെ, ഇശാ മഗ്രിബിന്റെ ഇടയിൽ അനാവശ്യ വർത്തമാനങ്ങൾ പറയാതെ നിന്റെ ഹൃദയത്തിലുണ്ടാകണേ, നിന്റെ നാവിലുണ്ടാകണേ. അള്ളാഹുവിന്റെ പ്രവാചകം പറയാ, നിങ്ങൾ ഏത് കാര്യം തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. പെങ്ങളെ, എത്ര ബിസ്മി പറഞ്ഞിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം നമ്മൾ ഭക്ഷണം കഴിച്ചവരാ. ആത്മാർത്ഥമായൊരു ബിസ്മി പറയാ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഉമ്മമാരെ, അടുക്കളയിൽ കയറുമ്പോ നീ ആ വിറക് കത്തിക്കുമ്പോ ഒരു ബിസ്മി പറയാ നിന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? നിന്റെ ഭവനത്തിലേക്ക് നീ കയറുമ്പോൾ, ആ ഭവനത്തിലേക്ക് കയറുമ്പോൾ ഒരു ആത്മാർത്ഥമായ ഒരു ബിസ്മി പറയാൻ സാധിച്ചിട്ടുണ്ടോ? അല്ലാഹു തന്ന അനുഗ്രഹമാകുന്ന വാഹനത്തിലേക്കൊന്ന് കയറുമ്പോൾ ബിസ്മി പറയാൻ ഉമ്മ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? അതുപോലെ നിന്റെ ജോലിയിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ ഒരു ബിസ്മി പറയാ നിന്റെ ഈമാൻ അനുവദിച്ചിട്ടുണ്ടോ? എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകം പറയാ, ബിസ്മി പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ബറക്കത്താ. അള്ളാഹുവിന് വല്ലാത്ത സന്തോഷമാ, അള്ളാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത സന്തോഷമാ. പ്രവാചകൻ രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണ്? ഉമ്മമാരെ മനസ്സിലാക്കണേ, സഹോദരങ്ങളെ മനസ്സിലാക്കണേ. അള്ളാഹുവിന്റെ പ്രവാചകം പറയാ, എന്നിൽ നിന്ന് വിരമിച്ചാലും അൽഹംദുലില്ലാ പറഞ്ഞാ അത് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. നീ നിന്റെ നിസ്കാരപ്പായയിലിരുന്ന് അള്ളാഹു എനിക്ക് അനുഗ്രഹങ്ങൾ തന്നല്ലോ, മക്കളെ കൊടുക്കാത്തവർ എൻ്റെ മുന്നിലുണ്ടല്ലോ, എന്നിട്ട് അള്ളാഹു എനിക്ക് മക്കളെ തന്നല്ലോ, അൽഹംദുലില്ലാ. എത്രയോ ആളുകൾ വിശക്കുന്ന വയറുമായി യാചനയുടെ മുഖത്തോടുകൂടി തെരുവിന്റെ വീതിയിലൂടെ നടന്നു പോകുമ്പോൾ സുവിശമായി 3 നേരം ഭക്ഷിക്കാൻ എനിക്കുണ്ടല്ലോ, അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ടോ സഹോദരാ? എത്രയോ ആളുകളാണ് നടന്നു പോകുന്നത്. നിനക്ക് വെയിൽ കൊള്ളാതെ, നിന്റെ ശരീരത്ത് വിയർപ്പ് പറ്റാതെ, നിനക്ക് സഞ്ചരിക്കാൻ വാഹനം തന്ന റബ്ബിനെ ഓർത്തൊരു അൽഹംദുലില്ലാ പറയാ. മോനെ, നിന്റെ ഈമാൻ അനുവദിച്ചിട്ടുണ്ടോ? അൽഹംദുലില്ലാ പറയണേ ഉപ്പാ. എന്തിൽ നിന്ന് വിരമിച്ചാലും അൽഹംദുലില്ലാ പറയണേ. ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാ പറഞ്ഞവരുണ്ടോ? അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ മലക്കളുടെ അടുക്കൽ സ്ഥാനമാണെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അൽഹംദുലില്ലാ പറയൂ. ജീവിതത്തിൽ അൽഹംദുലില്ലാ പറയാൻ തയ്യാറാണോ? അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര ആളുകൾ അൽഹംദുലില്ലാ പറയും? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ പാതിരാത്രിയിൽ വന്നിരിക്കുന്നതിന്റെ പ്രതിഫലം നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ നല്ല ഇൽമുകൾ ഉണ്ടാകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, നിന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാൽ, നിനക്ക് രോഗം വരികയാ, നീ മാനസികമായി തകർന്നു പോവുകയാ, നീ തൊട്ടതെല്ലാം പരാജയത്തിലാ, നിന്റെ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, മോനെ തളരണ്ട. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താ? നിന്നിലേക്ക് വല്ല മുസീബത്തും വന്നാൽ നീ പറയേണ്ടതെന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ
എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. അല്ല പറയും, ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ മാലാഖമാരോട് പറയും, ഞാൻ അവന് പരീക്ഷണം കൊടുത്തപ്പോൾ അവൻ തളർന്നു പോയില്ല. അവൻ എന്നെ ചേർത്ത് പിടിച്ചവനാണ്, അവൻ എന്റെ നാമം പറഞ്ഞവനാ എന്ന് അല്ലാഹു പറയും. ചെറുപ്പക്കാരാ, അതുകൊണ്ട് പ്രയാസങ്ങൾ വന്നാൽ തളരല്ലേ ഉമ്മ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താ? ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു എളുപ്പമുണ്ടെങ്കിൽ ഒരു പ്രയാസമുണ്ട്, ഒരു പ്രയാസമുണ്ടെങ്കിൽ ഒരു എളുപ്പമുണ്ട്. മനുഷ്യനാകുന്ന നമ്മുടെ ജീവിതം അങ്ങനെയാ. നമുക്ക് ജോലി നഷ്ടപ്പെടാ, നമ്മുടെ കുടുംബം പട്ടിണി കിടക്കാ, എന്നാലും അല്ലാഹനെ മറക്കല്ലേ. അല്ലാഹുവിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തി എന്റെ റബ്ബ് തന്ന പരീക്ഷണമാ എന്ന് പറയാൻ സാധിക്കുന്നിടത്താ നമ്മുടെ ഈമാൻ വിജയിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് പ്രയാസം വന്നാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ മരിക്കുമ്പോൾ പറയുന്ന ദിക്റാണെന്ന്, അല്ലേ? നമ്മുടെ ഉമ്മമാരൊക്കെ ചില ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്ന അങ്ങനെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പള്ളി മിനാരത്തിൽ പറഞ്ഞു ആരോ മരണപ്പെട്ടു, അങ്ങനെയാണോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, പ്രയാസം വന്നാ പറയുമ്മ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ വീണ്ടും പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് നാലാമത് പറഞ്ഞു കൊടുക്കുകയാണ്, ഉമ്മമാരെ ഹൃദയത്തിലേക്ക് എഴുതി വെക്കണേ, പാറക്കല്ലിൽ ചേർത്ത് വെക്കുന്നത് പോലെ ഹൃദയത്തിലേക്ക് എഴുതി വെക്കണേ. നീ എന്തെങ്കിലും മോശമായി കണ്ടാൽ, എന്തെങ്കിലും മോശത്തരങ്ങൾ കണ്ടാൽ, എന്തെങ്കിലും വെറുക്കപ്പെട്ട കാര്യങ്ങൾ കണ്ടാൽ, നിന്റെ അയൽവാസി നിന്റെ അടുക്കൽ വന്ന് മറ്റൊരു അയൽവാസിയുടെ പരദൂഷണം പറഞ്ഞാൽ, അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ നിന്റെ കൂട്ടുകാരൻ വന്ന് പള്ളിയിലെ ഇമാമിനെ കുറിച്ച് മോശമായി പറഞ്ഞാൽ പറയണം, ഉപ്പാ, അവന്റെ ആ ശബ്ദത്തിന് കേൾവി കൊടുക്കാതെ, അവന്റെ പറച്ചിലുകളെ ശ്രദ്ധിക്കാതെ നീ പറയണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ലാ ഹൗലയ്ക്ക് വലിയ മഹത്വമാ. അതുകൊണ്ടാണ് തഴവ ഉസ്താദ് പറഞ്ഞത്, ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈലാ. തഴവ ഉസ്താദ് പറഞ്ഞെങ്കിൽ ലാ ഹൗലയ്ക്ക് വലിയ മഹത്വമാ. അതുകൊണ്ട് ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കണേ. ലാ ഹൗല പറഞ്ഞാൽ അല്ലാഹു ബഹുമാനിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അഞ്ചാമത് പ്രവാചകൻ പറഞ്ഞു, എന്തെങ്കിലും പാപങ്ങൾ സംഭവിച്ചു പോയാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണേ. അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ വേണ്ടി പാപങ്ങൾ ചെയ്യരുത്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ എനിക്ക് തെറ്റ് സംഭവിച്ചു പോയി, അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ. ആത്മാർത്ഥമായി അറിയാതെ സംഭവിച്ചു പോയ തെറ്റിനെ അല്ലാഹുവിനോട് പാപമോചനമായി അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാനം പറഞ്ഞതെന്താ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു മനസ്സിലാക്ക്. നമ്മളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നമ്മൾ 70,000 ദിക്ർ ചെല്ലാറുണ്ട്. ജീവിതകാലത്ത് ആ മനുഷ്യൻ 70,000 ദിക്ർ ചെല്ലില്ല. മരണപ്പെട്ട ആൾക്ക് 70,000 ദിക്ർ ചെല്ലണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ, അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ടാകണോ? പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. എത്രയോ സമയങ്ങളുണ്ട് വെറുതെ ഇരുന്ന് കളയുന്ന, എത്രയോ സമയമുണ്ട്. ആ തസ്ബീഹിന്റെ മാലയൊന്ന് കൈകൊണ്ട് എടുത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആത്മാർത്ഥമായി പറഞ്ഞാ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അല്ലാഹു നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ നമ്മൾ ഈ ദിക്റൊക്കെ ചൊല്ലുന്നത്? എന്തിനാ നമ്മൾ ഈ ദിക്ർ ചെല്ലാൻ പ്രവാചകൻ പറഞ്ഞത്? നമ്മുടെ ഹൃദയത്തിന് സമാധാനമുണ്ടാകാനാ. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അലാ ബിദിക്രില്ലാഹ്
ദിക്ർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ നാമം പറയുന്ന ദിക്റിന്റെ മജ്ലിസുകൾ ഉണ്ടല്ലോ. ഹദ്ദാദ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഹദ്ദാദിനിരിക്കില്ലല്ലോ. ഹദ്ദാദ് ബിദ്അത്താണെന്ന് പറയുന്നവരുണ്ടല്ലോ. ഹദ്ദാദിൽ പറയുന്നത് എത്രയോ പവിത്രതയുള്ള ദിക്റുകളാണ്. ആ ദിക്റുകൾ ആരെങ്കിലും പറഞ്ഞാ ഖുർആൻ പറയാ അലാ ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്. അവന്റെ ഹൃദയത്തിന് സമാധാനമാണ്, അവന്റെ ഹൃദയത്തിന് സമാധാനമാണെന്ന് പറഞ്ഞത് ഖുർആനാ. ഹൃദയത്തിന് സമാധാനം കിട്ടാൻ എവിടേക്കും നമ്മൾ പോകണ്ട, ആരെടുത്തേക്കും ചെല്ലണ്ട. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ നാമം പറഞ്ഞാൽ തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനമുണ്ടാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ.